ഷാമിലേക്ക് കച്ചവടത്തിന് പോയ അബൂ സുഫിയാനും സംഘവും കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരികയാണ്. ആ സമയത്തായിരുന്നു അബൂ സുഫിയാൻ ഓരോ നീക്കങ്ങളും വളരെ തന്ത്രപരമായിട്ടാണ് അദ്ദേഹം നീങ്ങിത്തുടങ്ങിയത്. കാരണം ഒരു പക്ഷേ മുഹമ്മദിൻ്റെ അനുയായികളും നമ്മെ പിടികൂടാൻ എവിടെയെങ്കിലും വഴിയിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം അദ്ദേഹത്തിന് ഉണ്ടാകാതിരുന്നില്ല. അങ്ങനെ വളരെ കരുതലോടുകൂടെ അബൂ സുഫിയാൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ സഫറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ്. ഈ സമയം ഉരയുന്ന അബൂ സുഫിയാനും തൻ മറുവാർനെടിൽകളുമായി ഉള്ളരിശാമും വിടലായി നട വഴിയെ ഭയങ്കരമായി വരും പാതയിൽ നബിയാരെയും അരികുരയും തരമായി ബശിയാണതിൽ അന്വേഷിത്തും ദിശയാരിലും യുദ്ധമായി. സഫറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അബൂ സുഫിയാൻ തൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളുകളൊക്കെ അവിടെ നിർത്തി, ഇവിടെ ഇരിക്കും, ഞാൻ മുഹമ്മദും പാർട്ടിയും ഇവിടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ അതാ അവിടെ എന്തോ കൊഴിഞ്ഞു പോയതുപോലെ, എന്തോ നഷ്ടപ്പെട്ടതുപോലെ അബൂ സുഫിയാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, ആ മക്കക്കാരായ ആളുകളുടെയും അതുപോലെ തന്നെ മദീനക്കാരായ ആളുകളുടെയും ഒട്ടകം കാഷ്ടിച്ചാൽ അത് രണ്ടും രണ്ട് നിറത്തിലായിരിക്കും. അപ്പോൾ മദീനക്കാരായ ആളുകൾ ആരെങ്കിലും ഒട്ടകവുമായി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിൻ്റെ കാഷ്ടമാണ് അബൂ സുഫിയാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കാഷ്ടം കണ്ടാൽ അദ്ദേഹത്തിന് അറിയാം ഇത് മക്കക്കാരുടെ ഒട്ടകം കാഷ്ടിച്ചതാണോ മദീനക്കാരുടെ ഒട്ടകം കാഷ്ടിച്ചതാണോ. അതാണ് ഈ അബൂ സുഫിയാൻ എന്തോ വീണുപോയതുപോലെ, എന്തോ നഷ്ടപ്പെട്ടത് തിരഞ്ഞു നടക്കുന്നത് പോലെ അദ്ദേഹം തിരഞ്ഞു നടക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ തിരഞ്ഞു നടന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഒരു കാരണവരായ ഒരാൾ അവിടെ ആടുകളെ ഒട്ടകത്തിനെ എന്താണെങ്കിലും മേയിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവിടെ മദീനക്കാരായ ആരെങ്കിലും കണ്ടോ എന്ന് അബൂ സുഫിയാൻ ആ വയസ്സായ മനുഷ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒന്നും കണ്ടില്ല. അങ്ങനെ രണ്ടാളുകൾ ഇതിലൂടെ നടന്നു. ആരാണ്, ഏത് പ്രദേശത്തുകാരനൊന്നും അറിയില്ല. അങ്ങനെ ഉരയുന്ന അബൂ സുഫിയാനും തൻ മറുവാർനെടികളുമായി ഉള്ളരിശാമും വിടലായി നട വഴിയെ ഭയങ്കരമായി വരും പാതയിൽ നബിയാരെയും അരികോരെയും തരമായി ബശിയാണതിൽ അന്വേഷിത്തും ദിശയാരിലും യുദ്ധമായി കരുതി വാദി സഫറായെത്തി പരതി ചോദിത്തിവിട കണ്ട മദനിയറാനും ഉണ്ട പരവിവിട ഇരുശാബുകൾ നെടിലേറി തൊരിക്കിൽ വരെ എവിടായിരി പൊറണ്ടിലാല മുறை പാർത്തവര് ചെവിടാൽ. അങ്ങനെ അബൂ സുഫിയാൻ വളം ഇങ്ങനെ ഒട്ടകത്തിൻ്റെ കാഷ്ടം തിരഞ്ഞെടുക്കണം. കാഷ്ടം കയ്യിൽ കിട്ടി വന്ന് നോക്കുമ്പോൾ മദീനക്കാരുടെ ഒട്ടകം കാഷ്ടിച്ചത് തന്നെയാണ്. ഏതായാലും മുഹമ്മദും അനുയായികളും ഞങ്ങളുടെ സ്വത്ത് കവർന്നെടുക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മക്ക വിട്ടു പോന്നപ്പോൾ മദീനയിലേക്ക് അവർ ആട്ടിപ്പായിച്ചല്ലോ. അതായത് അവിടെ സ്വൈരം കൊടുക്കാതെ ഹബീബായ നബിയും സഹാബത്തും ഹിജ്റ പോന്നു, എല്ലാം അവിടെ ഇട്ടേച്ച് പോന്നതായിരുന്നു. ആ സമ്പത്താണിപ്പോൾ അബൂ സുഫിയാനും മറ്റും കവർന്നെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ ആ സമ്പത്ത് അബൂ സുഫിയാനും മക്കയിലുള്ള ആളുകളും കവർന്നെടുത്തത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയതല്ല, പുതിയൊരു കവർച്ച നടത്താൻ വേണ്ടിയിട്ടല്ല. ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും ഹബീബായ നബി തങ്ങൾ എന്തിനാണ് അബൂ സുഫിയാൻ്റെ മുതൽ അല്ല, അബൂ സുഫിയാൻ്റെ മുതലല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും മുതലവിടെ ഇട്ടേച്ച് ഒരു വെറും കയ്യോടെ ഓടിപ്പോന്നതാണ് മദീനയിലേക്ക്. അപ്പോൾ ആ മുതൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹബീബായ നബി തങ്ങളും സഹാബത്തും അബൂ സുഫിയാൻ അന്വേഷിച്ചുകൊണ്ട് സഫറയിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും ഒട്ടകത്തിൻ്റെ കാഷ്ടം കിട്ടിയപ്പോൾ ആ കാഷ്ടം അതാ അബൂ സുഫിയാൻ ചെക്ക് ചെയ്തപ്പോൾ, ലബോറട്ടറിയിൽ ചെക്ക് ചെയ്തപ്പോൾ, അന്ന് ലബോറട്ടറി ഉണ്ടോ മൂല്യരെ ചോദിച്ചണ്ടാം. ഏതായാലും ആ സംവിധാനം അബൂ സുഫിയാൻ തന്ത്രശാലിയാണ്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഇത് മദീനക്കാരുടെ ഒട്ടകം കാഷ്ടിച്ചതാണെന്ന് മനസ്സിലാകുകയും അങ്ങനെ ഒട്ടകത്തിൻ്റെ കാഷ്ടം മദീനക്കാർ മുഹമ്മദ് ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പ് വരുത്തുകയും ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇനി അബൂ സുഫിയാൻ അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരു വ്യക്തിയെ വിളിക്കുകയാണ്. ലംലം എന്നു പേരായിരിക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചു എന്ന് മാത്രമല്ല, ആ വ്യക്തിയോട് പറയുകയാണ്, ഉടനെ തന്നെ നീ മക്കയിലേക്ക് പോയിക്കൊണ്ട് മക്കയിൽ ചെന്നുകൊണ്ട് അബൂജഹലടക്കമുള്ള ആളുകളെ, മക്കാ മുശ്രിക്കുകളെ, മുഹമ്മദ് അനുയായികളും നമ്മെ കവർച്ച ചെയ്യാൻ ഇവിടെ എത്തിയ വിവരം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ലംലമിനെ വിളിച്ചുകൊണ്ട് അബൂ സുഫിയാൻ
ഒട്ടകപ്പുറത്ത് ലംലമിനെ പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയച്ചു എന്ന് മാത്രമല്ല, രംഗം മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. ഉള്ളരിടൈ ലംലമും നാക്ക് തേറി നടക്കും നേ ഉമ്മുൽ കൂറാവില്ലാണയും മുണ്ട് ദിനം മുന്നേ തെളിവർ നബി കമ്മത്തായെ അത്തിക്കാവുമ്മത്താൻ തെറിത്തുയിൽ തന്നിൽ കണ്ടാൽ ഏകമാനാമ താൻ ഉള്ളരീടൈലംലമും നാക്ക് തേറി നടക്കും നേ ഉമ്മുൽ കൂറാവില്ല നയും മുണ്ട് ദിനം മുന്നേ. അങ്ങനെ ലംലമത മക്കക്ക് അബൂ സുഫിയാനും സംഘവും കച്ചവടം കഴിഞ്ഞ് വഴിയിൽ മുഹമ്മദും പാർട്ടിയും പിടിക്കാൻ വന്ന വിവരമറിയിക്കാൻ വേണ്ടി ലംലമിനെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ലംലം പോകുന്ന സമയം അബൂ സുഫിയാൻ എന്ത് ചെയ്തെന്നറിയുമോ? നീ ഒരു പക്ഷെ മക്കക്കാരോട് ഇത് ചെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കാൻ കാരണമില്ല, അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല നീ പറയുന്നത്. കാരണം ഈ ലംലം എന്ന് പറയുന്ന ചങ്ങായി ഒരു അരപ്പിരി ലൂസുള്ള ആളാണ്. നമ്മൾ പറയില്ലേ 8-10 എന്ന് പറയില്ല, അതേപോലെ അരപ്പിരി ലൂസുള്ള ആളാണ്. അപ്പോൾ ഇവൻ ഈ കാര്യം പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ മക്കക്കാരെ അംഗീകരിക്കൂല എന്ന് മനസ്സിലാക്കി അബൂ സുഫിയാൻ, തന്ത്രശാലിയായ അബൂ സുഫിയാൻ എന്ത് ചെയ്തെന്നറിയുമോ? ലംലം മക്കയിലേക്ക് തിരിക്കുന്ന ഒട്ടകത്തിൻ്റെ മൂക്കൊന്ന് ചെത്തിവിടുകയാണ്. കാരണം എന്തോ ഒരു സംഘട്ടന സ്ഥലത്ത് നിന്ന് വരികയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒട്ടകത്തിൻ്റെ മൂക്ക് അബൂ സുഫിയാൻ ചെത്തി. അങ്ങനെ ചോര പൊടിഞ്ഞുകൊണ്ട് ആ ഒട്ടകപ്പുറത്ത് ലംലം മക്കയിലേക്ക് കുതിക്കുകയാണ്. എന്തിനാണ് കുതിക്കുന്നതെന്ന് അറിയണ്ടേ? അത് മറ്റൊന്നിനുമല്ല, അബൂ സുഫിയാൻ്റെയും കച്ചവട സംഘവും തിരിച്ചു വരുമ്പോൾ മുഹമ്മദ് അവരെ പിടികൂടാൻ വന്ന വാർത്ത മക്ക മുശ്രിക്കുകൾ അറിയിക്കാൻ വേണ്ടിയാണ് ലംലം മക്കയിലേക്ക് കുതിക്കുന്നത്. കുറച്ച് വഴി ദൂരമുണ്ട്. ലംലം അവിടെ സഞ്ചരിച്ച് മക്കയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ മക്കയിലേക്ക് ക്ഷണിക്കുകയാണ്. എന്തോ മക്കത്തൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നറിയണ്ടേ? അടുത്ത ഇരടികളിലൂടെ അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം പ്രിയമുള്ളവരെ. ഫല്ലമാം ഹൈറാന കിനാവ് കണ്ടങ്ങു നർന്നാളേ പകലിൽ അബ്ബാസൈ വരുത്തി ചേതി മൊളിന്താളേ. അത് മറ്റൊന്നുമല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അമ്മായി ആത്തിക്ക ബീബി റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. എന്താണ് സ്വപ്നം കണ്ടത്? സ്വപ്ന വർത്തമാനം എന്തെന്ന് നിങ്ങൾക്കറിയണ്ടേ? അടുത്ത ഇരടികളിലൂടെ അത് നിങ്ങൾക്കടുത്ത എപ്പിസോഡിൽ ഇങ്ങനെ കേൾക്കാം.